പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അഭിവാദനങ്ങൾ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം അനേക ഇടങ്ങളിലിരുന്ന് ഒരുപാട് ലക്ഷങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ത്രേസ്യാമ്മ, സ്ഥലം പയ്യന്നൂർ. ഞാൻ 1 വർഷമായിട്ട് ഞായറാഴ്ചത്തെ സഹിയോൻ ധ്യാനകേന്ദ്രത്തിന്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം ഷാലോം ചാനലിലൂടെ കാണുന്ന വ്യക്തിയാണ്. അങ്ങനെ അച്ഛൻ യേശുനാമത്തിന്റെ ശക്തിയെക്കുറിച്ചും യേശുനാമത്തിലുള്ള വിടുതലിനെ കുറിച്ചും പ്രഖ്യാപിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിച്ച് ഞാനും ടീമിനോട് ചേർന്ന് യേശുവേ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി 2007 നവംബർ മാസം ആദ്യ ഞായറാഴ്ച എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത വിടുതലിന്റെ അനുഭവം ഉണ്ടായി. ഞാൻ യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പോയി. പിന്നീട് ഇന്ന് വരെ എനിക്ക് പുകയില വായിലിടുന്ന ശീലം എന്നെ അലട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 46 വർഷങ്ങളായി പുകയില വായിലിടുകയും പുകയില ചവയ്ക്കുകയും ചെയ്യുന്ന ദുശീലത്തിന്റെ അടിമയായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് എൻ്റെ കർത്താവ് എന്നെ ദുശീലത്തിൽ നിന്ന് വിട്ടുവെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 46 വർഷമായി പുകയില വായിലിട്ട് ചവയ്ക്കുന്ന പാപ പ്രവണതയ്ക്ക് അടിമപ്പെട്ട ഒരു സഹോദരിയെ 2007 നവംബറിലെ ആദ്യത്തെ ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ആ സഹോദരി യേശുവേ യേശുവേ എന്ന് ടീമിനോട് ചേർന്ന് നിലവിളിച്ചപ്പോൾ യേശുവിന്റെ ശക്തി ഇടിമിന്നൽ പോലെ ആ വ്യക്തിയുടെ മേൽ വ്യാപരിച്ച് 46 വർഷമായുള്ള പാപച്ചങ്ങല പൊട്ടി തകർന്ന് ആ വ്യക്തിക്ക് ദുശീലത്തിൽ നിന്ന് വിടുതൽ കിട്ടി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ മകനെ, മകളെ, ഒരു വിടുതൽ നീ ആഗ്രഹിക്കുന്നുവോ? ഒരു സൗഖ്യം നീ ആഗ്രഹിക്കുന്നുവോ? ഒരു അഭിഷേകം നീ ആഗ്രഹിക്കുന്നുവോ? ഒരു ഉണർവ് നീ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ ഇപ്പോൾ കണ്ണടച്ച് 2 കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തെ ആരാധിക്കുക. ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുക. നീ ഏത് ജാതിയിലായാലും, ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് അവസ്ഥയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും, ഏത് ജീവിത അന്തസ്സിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിനക്ക് വേണ്ടി രക്ഷയുടെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, തകർന്നവരുണ്ട്. കർത്താവെ, നിലവിളിക്കുന്ന പാപങ്ങളായ വ്യക്തികളുണ്ട്, രോഗികളായ വ്യക്തികളുണ്ട്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്, പൈശാചിക പിടകളിരിക്കുന്നവരുണ്ട്, ബാലികാബാലന്മാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, ശാരീരികമായ പലതരത്തിലുള്ള തിന്മയുടെ ബന്ധനത്തിൽ കിടക്കുന്നവരുണ്ട്. ഓ കർത്താവെ, അങ്ങയുടെ അത്ഭുത ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ലോകത്തെമ്പാടും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ നാമത്തിൽ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം നിറയട്ടെ. അങ്ങയുടെ നാമത്തിൽ സ്വർഗീയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. ഹല്ലേലൂയ. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. അനേകരുടെ ജീവിതത്തിൽ ആത്മീയ ഉണർവിലേക്ക് നീങ്ങുവാൻ പിശാച് തടസ്സമുണ്ടാക്കി അവരുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന നുണച്ചിന്തയുണ്ട്. ഇതൊന്നും സാരയില്ല, ഈ ഒരു പാപം മാത്രമല്ലേ ഉള്ളൂ, ഈ ഒരു ചെറിയ തെറ്റ് മാത്രമല്ലേ ഉള്ളൂ, ഇതൊന്നും സാരയില്ല, നിന്റെ ദൈവത്തിന് നിന്നെ അറിയാം. ഇങ്ങനെ സ്വന്തം ജഡത്തിന്റെ ജഡപ്രകാരമുള്ള ജീവിതത്തെ ന്യായീകരിക്കുന്ന, പാപത്തെ ലാഘവ ബുദ്ധിയോടെ കാണുന്ന, നിസ്സാരവൽക്കരിക്കുന്ന ചിന്ത. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു വ്യക്തിയുടെ ഒരു ജീവിതാനുഭവം ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തു. അതിങ്ങനെയാണ്. അതായത് ഒത്തിരി പേരെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. പക്ഷേ അദ്ദേഹം ആളുകളെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് ഭവനങ്ങളിലേക്കൊക്കെ വിട്ട് അദ്ദേഹം മൂക്കറ്റം മദ്യപിക്കുകയാണ്.
വേദവിപരീതമായൊരു നടപ്പ്. ഇത് അച്ഛൻ്റെ ഒരു സഹപ്രവർത്തകൻ കണ്ട്. ആ സഹപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ച്, ചേട്ടൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ലേ, ചേട്ടൻ ഒത്തിരി പേരെ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനെ ദുർനടപ്പിൽ ആയിരിക്കുന്നത്? അപ്പോൾ ആ ചേട്ടൻ ലാഘവ ബുദ്ധിയോടെ പറയുകയാണ്, ഇതൊന്നും സാരമില്ല, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്, ഞാൻ ഒരുപാട് പേരെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഒരുപാട് പണം മുടക്കുന്നുണ്ട്, ഞാൻ പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്തവരെ ധ്യാനിപ്പിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് ദൈവവേല ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ ഒരു ചെറിയ സ്വഭാവം, ഒരു കുറച്ച് മദ്യപിച്ചു, ഇതൊന്നും സാരമുള്ള കാര്യമല്ല, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, ഞാൻ എൻ്റെ ദൈവത്തിന് ഒത്തിരി പ്രവർത്തിക്കുന്നതാണ്, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. അയാൾ സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ദൈവത്തെ കൂടെ കൂട്ടുപിടിക്കുകയാണ് ഇപ്പോൾ. ഹല്ലേലൂയ. മറ്റൊരു കുടുംബത്തിൽ അച്ഛൻ പ്രവേശിച്ച്, അപ്പോൾ ആ കുടുംബനാഥൻ പറയുകയാണ്, അച്ഛാ, ഞാൻ പകലന്തിയോളം ഒരു വെയിലത്ത് പറമ്പിൽ കിടന്ന് പണിയെടുത്തതാണ്. അങ്ങനെ പകലിന്റെ അധ്വാനത്തിന്റെ ഭാരം എല്ലാം മറക്കാൻ വേണ്ടി വൈകുന്നേരം ഒരു 3-4 ഗ്ലാസ് മദ്യപിച്ചെന്ന് വിചാരിച്ച്, ഒരു 2-3 ഗ്ലാസ് ചാരായം കുടിച്ചെന്ന് വിചാരിച്ച്, അതൊന്നും ഒരു തെറ്റൊന്നും അല്ല. അതെന്റെ ദൈവത്തിനറിയാം, എന്റെ ക്ഷീണം, എന്റെ വേദന എന്റെ ദൈവത്തിനറിയാം, എന്റെ ക്ഷീണം എന്റെ ദൈവത്തിനറിയാം. അദ്ദേഹവും ദൈവത്തെ കൂട്ടുപിടിച്ച് സ്വന്തം ജഡപ്രകാരമുള്ള പാപപ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ദൈവമക്കളോട് എന്താണ്, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളെന്ന് വിചാരിക്കുക. ഞാനും നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നു, ഒരുപാട് പരോപകാരങ്ങൾ ചെയ്യുന്നു, ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നു, ഒരുപാട് ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുന്നു, കുടുംബത്തിന്റെ കാര്യമെല്ലാം ഭംഗിയായി നോക്കുന്നു, നാട്ടുകാരെ ഒത്തിരി സഹായിക്കുന്നു. ശരിയാണ്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 99% കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രവണത, ഒരു സ്വഭാവം അതില്ല, അത് വിട്ടുപോയിട്ടില്ല, അത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ജഡപ്രകാരമുള്ള ഇച്ഛയിൽ ബന്ധനസ്ഥനായി കിടക്കുന്ന ഒരു ആത്മാവാണോ നീ എങ്കിൽ എന്താണ് ദൈവവചനം എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ചും പറയുന്നത്? യാക്കോബ് ശ്രീ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളെ അത് വരുമ്പോൾ അതിനെ ന്യായീകരിച്ച് അതിനെ പിന്തുടരുകയല്ല ഒരു ക്രിസ്തീയ പൈതൽ ചെയ്യേണ്ടത്. എന്താണ് ഒരു ദൈവ പൈതൽ ഈ കാര്യങ്ങൾ അനുവർത്തിക്കേണ്ട വഴി? എന്താണ് ഒരു ക്രിസ്തീയ പൈതൽ അനുവർത്തിക്കേണ്ടത്? എന്താണ് ഒരു ദൈവദാസൻ ഈ കാര്യത്തിൽ അനുവർത്തിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കണം. ഈ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളെയും 2 ഗണമായി വേർതിരിക്കാം. ഒന്ന് സെൽഫ് സെന്റേഡ്, സ്വയ കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ. 2 ക്രൈസ്റ്റ് സെന്റേഡ്, ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ. എന്താണ് സ്വയ കേന്ദ്രീകൃതമായ ജീവിതം? സ്വയ കേന്ദ്രീകൃതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ജഡത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് അയാൾ ജീവിക്കും. ഒരു ദിവസം സായാഹ്നമായി അദ്ദേഹത്തിന് നന്നായി പ്രാർത്ഥിക്കണമെന്ന ആവേശം, അദ്ദേഹം തീഷ്ണമായി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകമില്ല, ഒരു ഉണർവില്ല, പ്രാർത്ഥിക്കണ്ട, ഇന്ന് കടന്നുറങ്ങാം, ഇന്ന് വേഗം എന്തെങ്കിലും കഴിച്ച് കടന്നുറങ്ങാം എന്നുള്ള ചിന്ത. അദ്ദേഹം പറഞ്ഞു, ഇന്ന് പ്രാർത്ഥന വേണ്ട, നാളെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം. വീണ്ടും പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഉണർവായി, അദ്ദേഹം മുട്ടുമൽ നിന്ന് 1 മണിക്കൂർ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വന്തം മൂടനുസരിച്ചുള്ള പ്രാർത്ഥന. ഈ വ്യക്തിയുടെ പ്രാർത്ഥന അയാളുടെ മനസ്സിന്റെ തോന്നലനുസരിച്ചാണ്. പ്രാർത്ഥിക്കാൻ തോന്നിയാൽ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിക്കേണ്ടതെന്ന് തോന്നിയാൽ പ്രാർത്ഥന ഇല്ല. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ പേരാണ് തോന്നിയാസി. ഒരു ഭിക്ഷക്കാരനെ കണ്ടു, ഭിക്ഷ കൊടുക്കാൻ തോന്നി, ഭിക്ഷ കൊടുത്തു. മറ്റൊരു ഭിക്ഷക്കാരനെ കണ്ടു, അയാളെ കണ്ട ഭിക്ഷക്കേട് തോന്നി, ഭിക്ഷ കൊടുത്തില്ല. മൂന്നാമൊരാളെ കണ്ടു, ഭിക്ഷ കൊടുക്കാൻ തോന്നി, ഭിക്ഷ കൊടുത്തു. ഇയാളുടെ പേരാണ് തോന്നിവാസി. കാരണം സ്വന്തം തോന്നലാണ് ഇയാളുടെ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം. ഒരാളെ കണ്ടു, അയാളോട് സംസാരിക്കാൻ തോന്നി, ഇഷ്ടം തോന്നി, അയാളോട് കൂട്ടുകെട്ടായി, ഫ്രണ്ട്ഷിപ്പായി. വേറൊരാളെ കണ്ടു, അയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അയാളോട് മിണ്ടാട്ടയില്ല, അയാളോട് വലിയ കൂട്ടില്ല. മൂന്നാമതൊരാളെ കണ്ടു, അയാളെ ഭയങ്കര ഇഷ്ടമായി, അയാളോട് ഭയങ്കര പൊരിഞ്ഞ സ്നേഹം. ഈ വ്യക്തിയുടെ പേരാണ് തോന്നിയാസി. കാരണം
അയാളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം അയാളുടെ സ്വന്തം തോന്നലുകളാണ്. ജഡപ്രകാരം അയാളുടെ ജഡം എന്ത് പറയണോ അതനുസരിച്ച് അയാൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ചിലർ പറയണത്, എനിക്കറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്ക് സമയമാകുമ്പോൾ ഞാൻ പള്ളി പൊക്കോളാം, ഞാൻ സമയമാകുമ്പോൾ ധ്യാനിക്കാൻ പൊക്കോളാം, എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, സമയമാകുമ്പോൾ ഞാൻ ചെയ്തോളാം. എന്താ ഇയാൾ പറയേണ്ട അടിസ്ഥാനം? അയാളുടെ തോന്നലനുസരിച്ച് അയാൾക്ക് തോന്നുമ്പോൾ പൊയ്ക്കൊള്ളാം എന്നാണ് അയാൾ പറയണത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പള്ളിയിൽ പൊക്കോളാം, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ പൊക്കോളാം. ഇത് ദുർനടപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം സെൽഫ് സെന്റേഡായി സ്വയം കേന്ദ്രീകൃതമായി ജീവിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയുടെ സകല പ്രവർത്തനത്തിന്റെയും മാനദണ്ഡം സ്വന്തം തോന്നലാണ്. തോന്നിയാ ചെയ്യും, തോന്നിയില്ലെങ്കിൽ ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രൈസ്റ്റ് സെന്റേഡ്, ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതികൂലവും താല്പര്യമില്ലാത്ത അന്തരീക്ഷമാണ് വരുന്നതെങ്കിലും അദ്ദേഹം ആ പ്രതികൂലത്തിന് നടുവിൽ പിതാവിന്റെ ഹിതം എന്താണെന്ന് പരിശുദ്ധാത്മാവിലൂടെ വിവേചിക്കും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു, ഞായറാഴ്ചയാണ്, പള്ളി പോകാൻ തോന്നി, അദ്ദേഹം പള്ളിയിൽ പോയി. പിറ്റേ ഞായറാഴ്ച എഴുന്നേറ്റു, അന്ന് നല്ല തണുത്ത കാറ്റ്, ചാറ്റൽ മഴ, കോടമഞ്ഞ്, കൊടും തണുപ്പ്, വെള്ളം, ചെളി. അദ്ദേഹത്തിന്റെ ജഡം പറഞ്ഞു, ഇന്ന് പോകണ്ട, ഇന്ന് പോയാൽ പനി പിടിക്കും, ഇന്ന് പോയാൽ ഇന്ന് ക്ഷീണമാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു ഞായറാഴ്ച പോയില്ലെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, അടുത്ത ഞായറാഴ്ച പോകാം. ആ ഞായറാഴ്ച പോകണ്ട, പോകരുതേ എന്ന് ജഡം അദ്ദേഹത്തോട് കേണ് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം അവിടെ ഇരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചു, പരിശുദ്ധാത്മാവിൽ ആലോചന ചോദിച്ചു. പരിശുദ്ധാത്മാവിൽ പിതാവിന്റെ ഹിതം വെളിപ്പെട്ടു. അദ്ദേഹം എഴുന്നേറ്റ്, അദ്ദേഹം സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളെ ക്രൂശിച്ച് അദ്ദേഹം എഴുന്നേറ്റ് പിതാവിന്റെ ഹിതം നിറവേറ്റാൻ, കർത്താവിന്റെ പൈതൽ കർത്താവിനെ ആരാധിക്കണം, സാബത്ത് ദിവസം കർത്താവിന്റെ പൈതൽ കർത്താവിനെ ആരാധിക്കണം എന്ന കർത്താവിന്റെ ഹിതം നിറവേറ്റാൻ ദേവാലയത്തിലേക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളെ ബലി ചെയ്താണ് അന്ന് ദേവാലയത്തിലേക്ക് പോകുന്നത്. അദ്ദേഹം സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളെ ബലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം സ്വന്തം ജഡത്തിന്റെ ഇച്ഛകളെ ക്രൂശിച്ച്. ഹല്ലേലൂയ. അതാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. യേശുക്രിസ്തുവിനുള്ളവർ സ്വന്തം ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിക്കണം. അങ്ങനെയുള്ള വ്യക്തിക്കാണ് ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് പിതാവിന്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കാൻ കഴിയുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൈസ്റ്റ് സെന്റേഡ്, ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ എപ്പോഴും എന്റെ യേശു ക്രിസ്തു എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്, എന്റെ പിതാവ് എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിലൂടെ വിവേചിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഒരു വ്യക്തി ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ മനസ്സിനെ അന്വേഷിച്ച് ജീവിക്കുമ്പോൾ ആ വ്യക്തി യേശു ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 18-ാം തിരുലിഖിതം, യേശു ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണോ? ആ വ്യക്തി യേശു ക്രിസ്തുവിൽ ശക്തി പ്രാപിക്കാൻ, ആ വ്യക്തി യേശു ക്രിസ്തുവിൽ വളരാൻ, ആ വ്യക്തി യേശു ക്രിസ്തുവിൽ അഭിഷേകം പ്രാപിക്കാൻ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം. അതാണ് ഗലാത്യ 5:18. ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു കുടുംബം ഒരു നല്ല അഭിഷേക ധ്യാനത്തിൽ പങ്കുചേർന്നു. അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവമാണ് ആ കുടുംബം അച്ഛനോട് പങ്കുവെച്ചത്. അവർ പറഞ്ഞിങ്ങനെ, എന്റെ അച്ഛ, ഞാനും എന്റെ ഭാര്യയും എന്റെ 3 മക്കളും ധ്യാനം കൂടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു വലിയ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് ചെന്നു. അങ്ങനെ ഭവനത്തിൽ ചെന്നപ്പോൾ അന്ന് പൂർവാധികം ശക്തിയോടെ പ്രാർത്ഥിക്കാൻ 5 പേർക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ എല്ലാവരും ചെന്ന് രൂപകൂടൊക്കെ തുടച്ച് മെഴുകുതിരിയെ കത്തിച്ച് അങ്ങനെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇളയ മോനാണ് തീഷ്ണത കൂടുതൽ. അവനങ്ങനെ രൂപകൂടൊക്കെ തുടച്ച് അവനങ്ങനെ ആ രൂപകൂടിന്റെ മുമ്പിലുണ്ടായിരുന്ന നല്ലൊരു ഫ്ലവർ വേസ് നിലത്തേക്ക് തട്ടിയിട്ട് പൊട്ടിച്ച്. അത് ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയ ആ ഫ്ലവർ വേസ് ആയിരുന്നു വെച്ചാൽ അതങ്ങോട്ട് പൊട്ടി ഉടഞ്ഞു നുറുങ്ങി നിലത്ത് കിടക്കണ്ടപ്പോൾ എന്റെ കോപം വർദ്ധിച്ച് എനിക്ക് കഠിനമായ അരിശമുണ്ടായി. എനിക്ക് അപ്പൊ തന്നെ അവനോട് കഠിനമായി പെരുമാറാൻ തോന്നി. എന്നാൽ അടുത്ത ക്ഷണത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ച്, ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചൂടാകരുത്, ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഒരു സ്വരം എൻ്റെ ഉള്ളിൽ നിന്ന് കേട്ട് ഞാൻ ചിന്തിച്ച്, ശരിയാണ്,
ഫ്ലവർ വൈസ് ഒന്നല്ലെങ്കിൽ 2 നാളെ വാങ്ങിക്കാം. ഇപ്പം നിങ്ങൾ ചൂടായി ഈ ജഡത്തിന്റെ ആ ഇച്ഛയെ ഞാൻ തൃപ്തിപ്പെടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, സാരയില്ല, നമുക്ക് നാളെ പുതിയത് വാങ്ങിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥന ഭയങ്കര അഭിഷേകമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ജഡം അദ്ദേഹത്തോട് പറഞ്ഞു, കോപിക്കുക കോപിക്കുക കോപിക്കുക. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കാൻ ഞാൻ കോപിക്കില്ല, സാരമില്ല, ഞാൻ നാളെ പുതിയതൊരെണ്ണം വാങ്ങിക്കും. അദ്ദേഹം കോപിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ദൈവം നാളെ നമുക്ക് ഒരെണ്ണം പുതിയത് വാങ്ങിക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ജീവിതത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ജഡത്തിന്റെ മോഹങ്ങളെയും വികാരങ്ങളെയും ക്രൂശിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഓരോ സാഹചര്യങ്ങളിൽ പിതാവിന്റെ ഹിതം എന്താണെന്ന് വിവേചിച്ചറിഞ്ഞ്, യേശു ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത് വിവേചിച്ചറിഞ്ഞ്, ജഡത്തിന്റെ ഇച്ഛകളെയും ജഡത്തിന്റെ ദുരാശകളെയും ജീവിതത്തിന്റെ അഹന്തയെയും കണ്ണിന്റെ ദുരാശകളെയും ക്രൂശിച്ച് ജീവിക്കാൻ കർത്താവെ എല്ലാ മക്കളെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അതിന് ശക്തി നൽകണമേ. പിന്മാറ്റത്തിലേക്ക് ഇരിക്കുന്നവരെ അവിടെ നിന്ന് ഇപ്പോൾ സ്പർശിച്ച് ആത്മീയമായി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ ആഗതനാകുന്നു നമ്മിൽ അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ. യോഹന്നാൻ 15-ാം അധ്യായം 4-ാം തിരുലിഖിതം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കഠിനമായ ജഡ പ്രവണതകളോ ജഡപ്രേരണകളോ നമ്മൾ അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുക. യേശു ക്രിസ്തു ആ ജഡമോഹങ്ങളെ കീഴ്പ്പെടുത്താനുള്ള അഭിഷേക ശക്തി കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ബലഹീനതയിൽ നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നിലവിളിക്കുമ്പോൾ വേണ്ട സമയത്ത് അവിടെ നമുക്ക് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് കൃപാവരത്തിന്റെ സിംഹാസനത്തെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം. 2 കരങ്ങൾ ഉയരട്ടെ. ബലഹീനതയുള്ളവർ, പ്രയാസങ്ങളിരിക്കുന്നവർ, ഏതെങ്കിലും തിന്മകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ ഒരു വിടുതലിനായി ആഗ്രഹിക്കുക. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഈ നിമിഷങ്ങളിൽ ജഡത്തിന്റെ പ്രവണതകളെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്ന മക്കൾ അത്ഭുത അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. പല പാപബന്ധനങ്ങൾ നിരന്തരം പീഡിപ്പിക്കുന്ന തഴക്കദോഷങ്ങളും ദുശീലങ്ങളും നിരന്തരം അലട്ടുന്ന ഓരോ മകനെയും മകളെയും പാപത്തിന്റെയും തിന്മയുടെയും ബലഹീനതയുടെ മേഖലകളിൽ പരിശുദ്ധാത്മ ശക്തിയാൽ വിടുതൽ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ഈ നിമിഷം ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ശരീരത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും പരിശുദ്ധാത്മ ശക്തിയിൽ അവിടുന്ന് അഭിഷേകം ചെയ്യട്ടെ. ദുഃഖങ്ങൾ മാറട്ടെ, നിരാശ മാറട്ടെ, തളർച്ച മാറട്ടെ, ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ. ആത്മാവിൽ വീണ ചങ്ങലകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അനുതാപഹൃദയമുയർത്തി സ്വന്തമാക്കാമനുപമനേ. ആഴങ്ങളറിയുന്ന ഈശോ.
ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് 10-15 കൊല്ലമായിട്ട് ഈ ഷുഗറിൻ്റെ നമ്പർ 1 ഷുഗർ രോഗിയാണ്. ഞാൻ വളരെയധികം ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്. അതിന് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാവിലെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോയാൽ 1 മണിയാകുമ്പോഴേക്കും എനിക്ക് വിറയിൽ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എവിടേക്ക് പോയാലും എവിടെയെങ്കിലും അല്ലെങ്കിൽ മിഠായി കഴിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിക്കണം. മറ്റുള്ള സ്ഥലങ്ങളിൽ കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ഓടിയെത്തുമ്പോഴേക്കും ഞാൻ വൈഫിനോട് പറയും ചോറ് വേഗം എടുത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും പഴം എടുക്കാൻ പറയും. അത്രയും അവസ്ഥയിലായിരുന്നു ഞാൻ ഈ പോരുന്നതിൻ്റെ തലേ ദിവസം വരെ. പക്ഷെ ഞാനിങ്ങോട്ട് പോരുമ്പോൾ ഞാൻ എന്ത് തന്നെയായാലും ഞാൻ ഒരു ധ്യാനത്തിന് പോകാനുള്ള എന്തായാലും ഇൻസുലിൻ ഞാൻ എടുക്കണില്ല. അവിടെ എന്തെങ്കിലും വരട്ടെ, ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ഗുളിക ഞാൻ എടുത്ത് കൈപ്പിടിച്ചു. പക്ഷെ ഞാൻ രാവിലെ തന്നെ ഭക്ഷണത്തിന് മുമ്പ് ഗുളിക കഴിക്കുന്നുണ്ട്, വൈകുന്നേരം ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ഈ ഗുളിക കൊണ്ടൊന്നും എനിക്ക് നിൽക്കുമായിരുന്നില്ല. ഈ ഗുളികയും ഇൻസുലിനും നടക്കുമ്പോൾ തന്നെയായിരുന്നു എനിക്ക് ഈ ഇത്രയും കുഴപ്പങ്ങളുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്ന പിന്നെ എനിക്ക് അങ്ങനെ ഒരു അലോഗ്യം ഉണ്ടായിട്ടില്ല. അത് തന്നെയല്ല, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ കുറച്ചധികം കഴിച്ചു നോക്കി, അപ്പോഴും എനിക്ക് കുഴപ്പമില്ല. കുറച്ച് കഴിച്ചു നോക്കി, അപ്പോഴും എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി എനിക്ക് എങ്ങനെ മാറിയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ അത് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നും ചെക്കപ്പ് ചെയ്താലേ എനിക്ക് അതിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ആലോചന. ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഹല്ലേലൂയ. വലിയ അത്ഭുതം കർത്താവ് ഈ ദാസന്റെ ജീവിതത്തിലേക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി ഡോക്ടറെ കണ്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് സഹിതം പിന്നെ ഒന്നും കൂടെ സാക്ഷ്യപ്പെടുന്നതാണ്. എന്റെ പേര് ആൻസി, ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് സന്ധിവാതത്തിന്റെ അസുഖമായിരുന്നു. ഒരു കപ്പ് വെള്ളം പോലും എനിക്ക് നിറച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരീരത്തിന്റെ എല്ലാ ജോയിന്റിലും നീര് വന്ന് വേദനയായിരുന്നു. എന്റെ മാതാപിതാക്കൾ ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു. ധ്യാനം കൂടി തിരിച്ചു വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പെടലി ഒഴികെ ബാക്കി എല്ലാ ജോയിന്റിലെയും വേദന വിട്ടുമാറി. അപ്പോഴും കഴുത്തിൽ വേദന ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് രക്തം എടുത്ത് പരിശോധിച്ച് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു സന്ധിവാതം ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് ഞാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, എന്റെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിരുന്നു. കൂടെ പഠിച്ചവരൊക്കെ സഹകരിച്ചിരുന്നു, എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് പിന്നീട് ഒരു ദിവസം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു സന്ധിവാതം എന്ന് പറഞ്ഞ രോഗം ഇല്ലെന്ന് പറഞ്ഞു. എന്റെ കഴുത്തിന്റെ വേദന വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഞാൻ നന്നായിട്ട് ആ വേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു സ്ഥലത്തേക്ക് നോക്കിയിരുന്നാൽ പിന്നെ എനിക്ക് ഭയങ്കര വേദന എന്റെ കഴുത്തിന്. ഒരു സ്ഥലത്തോട്ട് തന്നെ അതുകൊണ്ട് ധ്യാനത്തിന് വരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ്. കാരണം ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടും വേദന എടുത്തിരുന്നു. ഇന്നലെ കൗൺസിലിങ്ങിന് പോയപ്പം ആ ബ്രദർ എന്റെ തലയെ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു. പോരാൻ നേരത്ത് പറഞ്ഞു പരിശുദ്ധാത്മാവും ബ്രദറിന് വെളിപ്പെടുത്തുന്നു ബ്രദറിന്റെ ഫോൺ നമ്പർ എനിക്ക് തരാൻ. ഒരു പക്ഷേ എനിക്ക് സൗഖ്യം ഉണ്ടാവുമെന്ന് തോന്നിയോണ്ടായിരിക്കും ആ ഫോൺ നമ്പർ ബ്രദർ എനിക്ക് തന്നു. വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് സൗഖ്യം പ്രാപിച്ചു. ആ കൗൺസിലിംഗ് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് എന്റെ കഴുത്ത് വേദനിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഇത് എത്ര നാളുള്ളതാണ്? ചെറുപ്പം തൊട്ടുള്ളതാണോ സന്ധിവേദന? ഈ +1 പഠിക്കുന്നതിന് മുമ്പേ ഉണ്ട്. ഇവിടെ അട്ടപ്പാടിയിലായിരുന്നു പഠിച്ചിരുന്നോണ്ട് തണുപ്പിന്റെ ആണെന്ന് വിചാരിച്ച് അങ്ങനെ കരുതിയിരുന്നു. അപ്പൊ +1 കയറുന്നതിന് മുമ്പ് തന്നെ 10ാം ക്ലാസ്സിലൊക്കെ വെച്ച് തന്നെ ഇത് സന്ധിവേദന ഉണ്ടായിരുന്നു. ഒരു കപ്പ് വെള്ളം പോലും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റില്ല. ആ പിള്ളേരെ എന്നോട് സഹകരിച്ചത് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്റെ കൂടെ പഠിച്ച കുട്ടികൾ അത്രയും ഒന്ന് ബാത്റൂമിൽ പോകാൻ ഇരിക്കാൻ പറ്റില്ല. ഈ വിരലിന്റെ അറ്റത്തെ ജോയിന്റിന് പോലും ശരീരത്തിൽ എവിടൊക്കെ ജോയിന്റ് ഉണ്ട് അവിടൊക്കെ നീരും വേദനയായിരുന്നു. അതാണ് ഈശോ സുഖപ്പെടുത്തിയത്. ഇവര് നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. കുർബാനയുടെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. മാത്രല്ല മാതാപിതാക്കന്മാർ 2 പേരും താമസിച്ച് ധ്യാനം കൂടി യേശുവേ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന മകളെ ഈശോ സുഖപ്പെടുത്തി. പിന്നെ ഇപ്പൊ ബക്കറ്റിൽ വെള്ളം എടുക്കാവോ? അപ്പൊ ഇപ്പൊ ബക്കറ്റ് നിറച്ച് ഞാൻ വെള്ളം എടുത്തിട്ട് പോകും. ഹല്ലേലൂയ. ഇപ്പൊ കഴുത്തിന്റെ വേദന മാറിയോ? തിരിക്കാനും മറിക്കാനുള്ള വേദനയൊക്കെ മാറിയോ? കൗൺസിലിംഗ് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് കഴുത്ത് വേദനിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും പറ്റും. പ്രൈസ് ദി ലോർഡ്. ആ കഴുത്തിന്റെ വേദന ബാക്കി അവസാനം അവശേഷിച്ചിരുന്ന അതാണ്. അതും ഈ ധ്യാനത്തിൽ വെച്ച് ഈശോ എടുത്തു മാറ്റി അത്ഭുതകരമായി സുഖപ്പെടുത്തി.